ജെറുസലേം ആസ്ഥാനമായുള്ള ഫലസ്തീൻ പിറക്കാതെ ഇസ്രായേലുമായി നയതന്ത്ര ബന്ധമുണ്ടാകില്ലെന്ന് വീണ്ടും സൗദി അറേബ്യ. ഫലസ്തീൻ ജനതയെ സ്വന്തം ഭൂമിയിൽ നിന്ന് മാറ്റാനുള്ള നീക്കങ്ങളെ ഒന്നിച്ചെതിർക്കണമെന്നും രാജ്യം ആഹ്വാനം ചെയ്തു. ട്രംപിന്റെ പ്രസ്താവനകൾക്ക് പിന്നാലെയാണ് സൗദിയുടെ നിലപാട്. എന്നാൽ ഇസ്രായേൽ ബന്ധത്തിന് ഫലസ്തീൻ രാഷ്ട്രമെന്ന ഉപാധി സൗദി വെച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നായിരുന്നു ട്രംപിന്റെ മറുപടി. ഇസ്രയേൽ പ്രധാനമന്ത്രി, US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്നിവരുടെ കൂടിക്കാഴ്ചയുടെ പശ്ചാത്തലത്തിലാണ് സൗദി നിലപാട് ആവർത്തിച്ചത്. സൗദി വിദേശകാര്യ മന്ത്രാലയം നിലപാട് വിശദീകരിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: 1967 അതിർത്തികളോടെ ഫലസ്തീൻ രാഷ്ട്രം പിറക്കണം. അതിലേക്കുള്ള വഴിയൊരുങ്ങാതെ ഇസ്രയേലുമായി നയതന്ത്ര ബന്ധമുണ്ടാകില്ലെന്ന് സൗദി കിരീടാവകാശി പ്രഖ്യാപിച്ചതാണ്. ആ നിലപാട് വിട്ടുവീഴ്ചയില്ലാത്തതും ഒത്തുതീർപ്പിന് സാധ്യതയില്ലാത്തതുമാണ്. ഗസക്കാരെ മറ്റൊരു രാജ്യത്തേക്ക് മാറ്റാനുള്ള നീക്കം, ഇസ്രയേലിന്റെ വെസ്റ്റ് ബാങ്കിലെ അധിനിവേശം എന്നിവയെ അന്താരാഷ്ട്ര സമൂഹം എതിർക്കണം. ഗസക്കാരെ മറ്റൊരു രാഷ്ട്രത്തിലേക്ക് മാറ്റണമെന്ന ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് ഈ വാക്കുകൾ എന്നതും ശ്രദ്ധേയമാണ്. ഫലസ്തീന് അവകാശങ്ങൾ ലഭിക്കാതെ മേഖലയിൽ സമാധാനം ഉണ്ടാകുമെന്ന് കരുതേണ്ടെന്നും US ഇപ്പോഴത്തെയും മുമ്പത്തെയും ഭരണകൂടത്തെ സൗദി അറിയിച്ചതാണെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട്. നെതന്യാഹു ട്രംപ് കൂടിക്കാഴ്ചയിൽ സൗദി ബന്ധം പുനഃസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട പുരോഗതി അറിയിക്കുമെന്ന വാർത്തകൾക്കിടെയാണ് സൗദി നിലപാട് വീണ്ടും പറയുന്നത്. അതിനിടെ ഇസ്രയേൽ ബന്ധത്തിന് ഫലസ്തീൻ രാഷ്ട്രമെന്ന ഉപാധി സൗദി വെച്ചിട്ടുണ്ടോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഇല്ല എന്നായിരുന്നു ട്രംപിന്റെ മറുപടി. സൗദിയിലേക്ക് ഉടൻ സന്ദർശനമുണ്ടാകുമെന്നും ട്രംപ് ഇന്ന് പറഞ്ഞിരുന്നു. അതിനു മുന്നോടിയായി വിഷയങ്ങൾ വീണ്ടും ചർച്ചയാകും. അഫ്താബ് റഹ്മാൻ, മീഡിയ 1, റിയാദ്.